KMIC, 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 KMIC News, 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 KMIC News. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. SYS മെമ്പർഷിപ്പ് അപ്ലോഡിംഗ് പുരോഗമിക്കുന്നു. സ്റ്റേറ്റ് ഇലക്ഷൻ ഡയറക്ടറേറ്റ് യോഗം നാളെ. പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിന് സാമൂഹിക കൂട്ടായ്മകൾ രൂപപ്പെടണം. SSF വിദ്യാഭ്യാസ സമ്മേളനം. പ്രവാസലോകത്ത് സർഗവാസനകൾ തൊട്ടുണർത്തി RSC സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. സ്മാർട്ട് സിറ്റി പദ്ധതി വീണ്ടും വിവാദത്തിൽ. കോടികളുടെ ക്രമക്കേട് നടന്നെന്ന് ആരോപണം. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് കൊലപ്പെടുത്തിയ അഖ്ലാഖിന്റെ കുടുംബത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സന്ദർശിച്ചു. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ധിക്കാരിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം കൂട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പശുമാംസം കഴിച്ചെന്നാരോപിച്ച് കൊലപാതകം. 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. സംസ്ഥാനം ഇലക്ഷൻ ചൂടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ 2-നും 5-നും, ഫലം 7-ന്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 2 ഘട്ടങ്ങളായി നടക്കും. ആദ്യഘട്ടം നവംബർ 2-നും 2ാം ഘട്ടം 5-നും നടക്കുമെന്ന് സംസ്ഥാനത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഈ മാസം 7-ന് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 14-ആണ്. സൂക്ഷ്മ പരിശോധന 15-നും പിൻവലിക്കൽ 17-നുമാണ്. നവംബർ 2-നും 5-നുമാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 7-ന് നടക്കും. തിരുവനന്തപുരം, കൊല്ലം, ഇടുക്കി, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നവംബർ 2-നും, കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ 5-നും വോട്ടെടുപ്പ് നടക്കും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് സമയം. ഇന്നു മുതൽ മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തിരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. 941 ഗ്രാമപഞ്ചായത്തുകളിലും 152 ബ്ലോക്ക് പഞ്ചായത്തുകളിലും 14 ജില്ലാ പഞ്ചായത്തുകളിലും 86 നഗരസഭകളിലും 6 കോർപ്പറേഷനുകളിലുമാണ് തിരഞ്ഞെടുപ്പ് നടക്കുക. 21,871 മണ്ഡലങ്ങളിലായി 35,000-ലധികം പോളിംഗ് ബൂത്തുകൾ സജ്ജീകരിക്കും. ഫോട്ടോ പതിച്ച വോട്ടർ പട്ടികയാണ് ഉപയോഗിക്കുക. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുവാനും ഒഴിവാക്കാനും സ്ഥാനമാറ്റത്തിനും ഇനിയും അവസരം ലഭിക്കും. പ്രവാസികളുടെയും ഭിന്നലിംഗക്കാരുടെയും പേരുകൾ പട്ടികയിൽ ഉൾപ്പെടുത്തും. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള തെരഞ്ഞെടുപ്പിൽ നിഷേധ വോട്ട് നോട്ട ഉണ്ടായിരിക്കുകയില്ല. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് കൊലപ്പെടുത്തിയ അഖ്ലാഖിന്റെ കുടുംബത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സന്ദർശിച്ചു. ഏതാനും ആം ആദ്മി പാർട്ടി നേതാക്കളും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു. നേരത്തെ കെജ്രിവാളിനെ വീട് സന്ദർശിക്കാൻ പോലീസും പ്രാദേശിക ഭരണകൂടവും അനുവദിച്ചിരുന്നില്ല. ഇതിനെതിരെ അദ്ദേഹം ട്വിറ്ററിലൂടെ പ്രതിഷേധം അറിയിച്ചിരുന്നു. കേന്ദ്രമന്ത്രി മഹേഷ് ശർമ്മയ്ക്കും അസദുദ്ദീൻ ഒവൈസിക്കും അങ്ങോട്ട് പോകാമെങ്കിൽ എന്നെ എന്തിന് തടയണമെന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചിരുന്നത്. അതേസമയം സുരക്ഷ മുൻനിർത്തിയാണ് കെജ്രിവാളിനെ തടഞ്ഞതെന്നാണ് പോലീസ് പറയുന്നത്. ഇന്ന് രാവിലെ ദാദ്രിയിൽ അക്രമം റിപ്പോർട്ട് ചെയ്തിരുന്നു. മാധ്യമപ്രവർത്തകരെ അടക്കം ആക്രമിച്ചതായാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പുറത്തുള്ളവരെ പ്രവേശിപ്പിക്കേണ്ടെന്നാണ് ഗ്രാമവാസികളുടെ നിലപാട്. പശുമാംസം കഴിച്ചെന്നാരോപിച്ച് യുപിയിലെ ദാദ്രിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ സായുധ സംഘത്തിലെ 2 പേർ അറസ്റ്റിലായി. 20കാരായ വിശാൽ റാണ, ശിവംകുമാർ എന്നിവരെയാണ് UP പോലീസ് പിടികൂടിയത്. വിശാൽ കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകരിൽ ഒരാളാണ്. അഖ്ലാഖിനെയും കുടുംബത്തെയും ആക്രമിക്കാൻ രഹസ്യയോഗം ഇയാൾ വിളിച്ചിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകത്തിൽ പങ്കാളികളെന്ന് സംശയിക്കുന്ന 9 പേരെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 10ആയി. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം കൂട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നിലവിലെ സാഹചര്യം പെൻഷൻ പ്രായം കൂട്ടുന്നതിന് അനുയോജ്യമല്ല. യുവാക്കളുടെ പ്രതിഷേധം കാണാതിരിക്കാനാവില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾക്കിടയിലും സമവായം വേണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി വീണ്ടും വിവാദത്തിൽ. കോടികളുടെ ക്രമക്കേട് നടന്നെന്ന ആരോപണം. വിശദമായ റിപ്പോർട്ടിലേക്ക്.
സ്മാർട്ട് സിറ്റി ഉദ്ഘാടനത്തിന് 3 മാസത്തിൽ താഴെ മാത്രം അവശേഷിക്കെ വീണ്ടും വിവാദം. പദ്ധതിയുടെ ആദ്യഘട്ടത്തിന്റെ ഭാഗമായി നിർമ്മാണം പുരോഗമിക്കുന്ന SCK1 ടവറുമായി ബന്ധപ്പെട്ടാണ് വിവാദമുയർന്നത്. കെട്ടിട നിർമ്മാണത്തിന് ഉപയോഗിച്ച കമ്പി ഗുണനിലവാരം കുറഞ്ഞതാണെന്നും എന്നാൽ ഉയർന്ന ഗുണമേന്മയുള്ള കമ്പിയുടെ നിരക്കാണ് ഈടാക്കിയതെന്നും കോടികളുടെ ക്രമക്കേട് നടന്നു എന്നുമാണ് ആരോപണം. ഇതു സംബന്ധിച്ച് ഇന്റേണൽ ഓഡിറ്റ് നടക്കുന്നതായും സൂചനയുണ്ട്. മുൻ സിഇഒയുടെ സ്ഥാനചലനം ഇതുമായി ബന്ധപ്പെട്ടതാണെന്നും ആരോപണമുയർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ നടക്കുന്ന ഇന്റേണൽ ഓഡിറ്റ് സാധാരണ നടപടിക്രമങ്ങളുടെ ഭാഗമാണെന്നും കെട്ടിട നിർമ്മാണത്തിൽ ക്രമക്കേട് നടന്നോ എന്ന കാര്യം പരിശോധനയ്ക്കു ശേഷമേ വ്യക്തമാകൂ എന്നുമാണ് സ്മാർട്ട് സിറ്റി അധികൃതർ വിശദീകരിക്കുന്നത്. പദ്ധതി ഉദ്ഘാടനത്തിനോട് അടുക്കുന്തോറും വിവാദങ്ങളുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. സ്മാർട്ട് സിറ്റി പ്രദേശത്തെ നിർമ്മാണങ്ങളുടെ മെല്ലെപ്പോക്ക് സംബന്ധിച്ച് പദ്ധതിയുടെ നടത്തിപ്പുകാരായ ടീകോം പ്രതിനിധികൾ കേരള സർക്കാരിനെ അതൃപ്തി അറിയിച്ചതായും സൂചനയുണ്ടായിരുന്നു. 2003 അന്നത്തെ UDF സർക്കാരും ടീകോമും തമ്മിലുണ്ടാക്കിയ കരാർ സംബന്ധിച്ചായിരുന്നു ആദ്യ തർക്കം. പിന്നീട് അധികാരത്തിൽ വന്ന ഇടതുമുന്നണി പുതിയ കരാർ ഒപ്പുവെച്ചാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നീട് പാട്ടക്കരാറിന്റെ സ്റ്റാമ്പ് ഡ്യൂട്ടി സംബന്ധിച്ചും തർക്കമുയർന്നു. എല്ലാ തർക്കങ്ങളും അവസാനിപ്പിച്ച് കഴിഞ്ഞ മാർച്ച് 25 ഉദ്ഘാടനം നിശ്ചയിച്ചു. ഇത് പിന്നീട് ജൂണിലേക്ക് മാറ്റി. ഒടുവിൽ ഡിസംബറിൽ ഉദ്ഘാടനം നടക്കുമെന്നാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 വർഷത്തിനുള്ളിൽ 85 ലക്ഷം ചതുരശ്രയടി വിസ്തീർണമുള്ള IT ഹമ്പുണ്ടാക്കി അന്തർദേശീയ കമ്പനികളെ കൊണ്ടുവന്ന് 90,000 പേർക്ക് തൊഴിൽ നൽകാമെന്നായിരുന്നു കരാർ. എന്നാൽ 6 വർഷമായിട്ടും ആദ്യ കെട്ടിടം പോലും പൂർത്തിയാക്കിയിട്ടില്ലെന്നും ഡിസംബറിൽ പൂർത്തിയാകുമെന്ന് പറയുന്നത് വെറും 6 ലക്ഷം ചതുരശ്രയടി കെട്ടിടം മാത്രമാണെന്നും അവർ ആരോപിക്കുന്നു. ന്യൂസ് ഡെസ്ക് KMIC ന്യൂസ്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ധിക്കാരിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തിന്റെ വികസനം കള്ളം പറഞ്ഞ് പെരുപ്പിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. ബീഹാറിലെ ബങ്കയിൽ BJPയുടെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വികസനത്തിലേക്കുള്ള വഴി ബാലറ്റുകൾ മാത്രമാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി വെടിയുണ്ടകളിൽ വിശ്വാസമർപ്പിക്കുന്നവർ അത് നമ്മെ നാശത്തിലേക്കാണ് നയിക്കുന്നതെന്ന് ഓർക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബുള്ളറ്റുകളിലല്ല ബാലറ്റുകളിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. ബീഹാറിന്റെ സുസ്ഥിര വികസനം ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണെന്നും മോദി കൂട്ടിച്ചേർത്തു. BJP അധികാരത്തിലെത്തിയ ശേഷം ഝാർഖണ്ഡിലുണ്ടായിട്ടുള്ള മാറ്റം ഒരു പാഠമാണ്. ഇതേ വികസനത്തിന് അവകാശികളാണ് ബീഹാരികളും. യുവാക്കൾക്ക് ജോലി ലഭ്യമാക്കുക, കർഷകർക്ക് അനുകൂല നയങ്ങൾ രൂപീകരിക്കുക, രാഷ്ട്രനിർമ്മാണത്തിൽ സ്ത്രീകളുടെ സംഭാവനകൾ ഉറപ്പാക്കുക എന്നിവയാണ് ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് അജണ്ട. ഇത്തവണ ബീഹാർ ജനതയ്ക്ക് വേണ്ടി 2 ദീപാവലി ആഘോഷിക്കാൻ സാധിക്കും. ഒന്ന് ദീപാവലി ദിവസത്തിലും മറ്റൊന്ന് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ BJP ജയിക്കുമ്പോഴെന്നും മോദി വ്യക്തമാക്കി. ഗൾഫ് വാർത്തകൾ. നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC ന്യൂസ്, KMIC ന്യൂസ്. RSC സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. റിസാല സ്റ്റഡി സർക്കിൾ RSC ധേര സെക്ടറിലെ യൂണിറ്റുകളായ ബനിയാസ്, നായിഫ്, മൊറാർ, അൽ നഹാർ, അൽ നഖീൽ എന്നിവിടങ്ങളിൽ സാഹിത്യോത്സവ് സംഘടിപ്പിച്ചു. നിരവധി കുരുന്നുകൾ തങ്ങളുടെ സർഗശേഷി പ്രകടിപ്പിച്ചു. ഒക്ടോബർ 9 അൽറാസ്, അൽ നാസർ, ഗോൾഡ് സൂക്ക്, അൽ ഖാലിദ്, അൽ ബറഹ യൂണിറ്റുകളിൽ സാഹിത്യോത്സവ് നടക്കും. ഇതോടെ യൂണിറ്റ് സാഹിത്യോത്സവുകൾ ധേര സെക്ടറിൽ പൂർത്തിയാവും. ഈ മാസം 16 സെക്ടർ സാഹിത്യോത്സവ്. വിപുലമായ സംവിധാനങ്ങളോടെയുള്ള സെക്ടർ സാഹിത്യോത്സവിന് അണിയറയിൽ മുന്നൊരുക്കങ്ങൾ തകൃതിയായി നടന്നുവരികയാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. റിയാദ് കിങ് ഖാലിദ് വിമാനത്താവളം വഴി ഇക്കഴിഞ്ഞ ബലിപെരുന്നാൾ അവധി ദിനങ്ങളിൽ 7,51,000 ആളുകൾ യാത്ര ചെയ്തെന്ന് റിപ്പോർട്ട്. വരാനും പോകാനും വിമാനത്താവളം ഉപയോഗിച്ചവരുടെ 12 ദിവസത്തെ കണക്കാണിത്. ഈ വിമാനത്താവളം വഴി കഴിഞ്ഞ 9 മാസത്തിനിടെ യാത്ര ചെയ്തവരുടെ എണ്ണവും വിമാനത്താവള അധികൃതർ പുറത്തുവിട്ടിട്ടുണ്ട്. 17 ദശലക്ഷം പേരാണ് ഈ കാലയളവിൽ യാത്ര ചെയ്തത്. അവധി പൂർണ്ണമായി അവസാനിക്കുന്ന ഈ ആഴ്ച കൂടി പിന്നിടുന്നതോടെ 10 ലക്ഷമായി ഉയരുമെന്നാണ് കരുതുന്നത്. സാധാരണ ദിവസങ്ങളിലെ കണക്കുമായി തട്ടിക്കുമ്പോൾ ശരാശരി 5.2% വർധനയാണ് അവധി ദിവസങ്ങളിലുണ്ടായത്. അതായത് 62.6%. ഏറ്റവും ഉയർന്ന നിരക്ക് അനുഭവപ്പെട്ടത് അവധി തുടങ്ങിയ സെപ്റ്റംബർ 17 71.2%. ആഭ്യന്തര അന്താരാഷ്ട്ര ടെർമിനലുകളും ചേർന്നുള്ള കണക്കാണിത്. സൌദിയിലെ ഹൈൽ ICF സെൻട്രൽ കമ്മിറ്റി സയ്യിദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരി പൊസോട്ട് തങ്ങൾ അനുസ്മരണ സദസ്സ് സംഘടിപ്പിച്ചു. അബ്ദുൽ ഹമീദ് സഖാഫിയുടെ അധ്യക്ഷതയിൽ ഇബ്രാഹിം സഖാഫി ഉദ്ഘാടനം ചെയ്തു.
ഹറമിലും മിനയിലും ദുരന്തത്തിൽ മരിച്ചവർക്കും പരിക്കേറ്റവർക്കും വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടത്തി. ഹാജിമാർക്ക് സ്തുത്യർഹമായ സേവനം നിർവഹിച്ച RSC വണ്ടിയർമാർക്ക് അബ്ദുറഹ്മാൻ ഓമശ്ശേരി അനുമോദന മൊമന്റോ വിതരണം ചെയ്തു. വളണ്ടിയർ പ്രതിനിധികളായ മുസ്തഫ അത്തോളി, അബ്ദുറഹീം കായംകുളം, നസീഹ് കണ്ണൂർ, ബഷീർ സഈദി എന്നിവർ മൊമന്റോ സ്വീകരിച്ചു. മുനീർ സഖാഫി, മുഹമ്മദ് അലി സഖാഫി എന്നിവർ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഷൌക്കത്ത് അലി ചെമ്പിലോട് സ്വാഗതവും നസീർ മുഖം നന്ദിയും പറഞ്ഞു. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. ശുദ്ധാഗ്രഹം കൊതിച്ചു വിശ്വശാന്തി ആഗ്രഹിച്ചു നാം ഉണർന്നിടാം. സമയമായി 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 ഉണർന്നു കൊള്ളുക, സമയമായി ധർമ്മ സമര സാഹസത്തിനായി. ശിഷ്ടജീവിതം മുഴുക്കെ ദുഷ്ടശക്തിയെ പരക്കെ കഷ്ടത സഹിച്ചകറ്റിയാട്ടിയോട്ടിടാം. സമയമായി സമയമായി സംയമ പരിചയേന്തി സമരമാടി ധർമ്മ വിപ്ലവം നയിച്ചിടാം. നശ്വര സുഖം ത്യജിച്ചു ശാശ്വതാഗ്രഹം കൊതിച്ചു വിശ്വശാന്തി ആഗ്രഹിച്ചു നാം ഉണർന്നിടാം. സമയമായി 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 ഉണർന്നു കൊള്ളുക, സമയമായി ധർമ്മ സമര സാഹസത്തിനായി. സമയമായി 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 ഉണർന്നു കൊള്ളുക, സമയമായി ധർമ്മ സമര സാഹസത്തിനായി. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. SYS മെമ്പർഷിപ്പ് ഡാറ്റകളുടെ അപ്ലോഡിംഗ് അന്ത്യഘട്ടത്തിലെത്തി. സെപ്റ്റംബർ 21 മുതൽ 27 വരെ കാലയളവിൽ യൂണിറ്റുകൾ മുഖേന അംഗത്വത്തിന് അപേക്ഷിച്ചവരുടെ വിശദ വിവരങ്ങളാണ് മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയും കമ്പ്യൂട്ടർ വഴിയും സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നത്. ഒക്ടോബർ 5-നകം ഇത് പൂർത്തിയാകും. തുടർന്ന് സർക്കിളുകളുടെ നേതൃത്വത്തിൽ ഡാറ്റകൾ പ്രിന്റെടുത്ത് യൂണിറ്റുകൾ തിരിച്ച് പരിശോധിച്ച് ആവശ്യമായ തിരുത്തലുകൾ നടത്തും. 10-നകം സോൺ, ജില്ലാ ഇലക്ഷൻ ഡയറക്ടറേറ്റുകൾ ചേർന്ന് പുരോഗതി വിലയിരുത്തും. അപ്ലോഡ് ചെയ്ത ശേഷം മാനുവൽ അപേക്ഷകളും ഫീസും 8-നകം സോൺ, 12-നകം ജില്ലാ ഘടകങ്ങൾ സമാഹരിച്ച് 15-നകം സ്റ്റേറ്റിന് കൈമാറും. തുടർന്ന് സൂക്ഷ്മ പരിശോധന നടത്തി 31-നകം യൂണിറ്റുകൾക്ക് മെമ്പർഷിപ്പ് രജിസ്റ്ററിന്റെ പ്രിന്റൌട്ട് നൽകും. അപ്ലോഡിംഗ് പുരോഗതി വിലയിരുത്തുന്നതിനും നവംബർ 1 മുതൽ നടക്കുന്ന പുനഃസംഘടനാ പ്രവർത്തനങ്ങളുടെ മാർഗരേഖയ്ക്ക് അന്തിമരൂപം നൽകുന്നതിനുമായി സ്റ്റേറ്റ് ഇലക്ഷൻ ഡയറക്ടറേറ്റ് യോഗം നാളെ വൈകിട്ട് 5 മണിക്ക് സ്റ്റേറ്റ് ഓഫീസിൽ ചേരുമെന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ ചീഫ് മുഹമ്മദ് പറവൂർ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസത്തിന്റെ സംരക്ഷണത്തിനും പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിനും ജനകീയ കൂട്ടായ്മകൾ ഉയർന്നുവരണമെന്ന് SSF കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ആവശ്യപ്പെട്ടു. നടക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി, അതിർക്കുഴി UP സ്കൂൾ തുടങ്ങിയ സ്കൂളുകളുടെ മാതൃകയിൽ രക്ഷാകർതൃ ശ്രമങ്ങളിലൂടെ മാറ്റങ്ങളുണ്ടാവണം. ശതമാനവർദ്ധനവിന് അപ്പുറം മൂല്യവർദ്ധനവിനും അക്കാദമിക മികവിനും പ്രാധാന്യം നൽകണം. ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ നാടിന്റെ വിദ്യാഭ്യാസ പുരോഗതിക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾ വിദ്യാർത്ഥി കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണമെന്നും സംഗമം ആവശ്യപ്പെട്ടു. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് അനുശാസിക്കുന്ന 220 പ്രവൃത്തി ദിനങ്ങളിൽ കഴിഞ്ഞ വർഷം ലഭിച്ചത് 170 ദിനങ്ങൾ മാത്രമാണ്. ഇതിൽ നിന്ന് ഹർത്താലും പണിമുടക്കും പ്രാദേശിക അവധികളും കലക്ടറുടെ മഴ അവധിയും പരീക്ഷകളും SSLC പരീക്ഷാകാലവും മേളകളുടെ ദിനങ്ങളും മാറ്റിവെച്ചാൽ എത്ര ദിനങ്ങളാണ് കൃത്യമായ പഠനം നടത്താൻ ക്ലാസ് മുറികൾ ലഭ്യമാക്കുക? ഉള്ള പീരീഡുകളുടെ സമയക്രമം കുറച്ചും സിലബസിൽ വെള്ളം ചേർത്തും മായാജാലങ്ങൾ കാണിക്കുന്നതിനു പകരം പ്രവൃത്തി ദിനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സാധിക്കണം. ആദ്യ ടൈം പുസ്തകം ലഭിക്കാതെയും 2ാം പാദം മേളകൾക്കും 3ാം പാദം പൊതുപരീക്ഷയ്ക്കും എന്ന സാമ്പ്രദായിക ക്രമങ്ങൾ പൊളിച്ചെഴുതപ്പെടേണ്ടതുണ്ട്. കൃത്യമായ പഠനദിനങ്ങൾ ലഭ്യമാക്കുകയും പരീക്ഷകളുടെ ക്രമം, മേളകളുടെ സമയദൈർഘ്യം ഇവ ശാസ്ത്രീയമായി പരിഷ്കരിച്ചാൽ ഇതിന് പരിഹാരമാകുമെന്നും സംഗമം അഭിപ്രായപ്പെട്ടു. ചടങ്ങ് SSF ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ സഖാഫി ചിപ്പാറിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന സെക്രട്ടറി CN ജഫർ സ്വാദിഖ് ഉദ്ഘാടനം ചെയ്തു. വിവിധ വിദ്യാർത്ഥി സംഘടനകളെ പ്രതിനിധീകരിച്ച് ഇബ്രാഹിം പള്ളങ്കോട്, ഗിരീഷ്, അഫീൽ തൃക്കരിപ്പൂർ, സ്വാദിഖ് വെളിയടുക്ക, സലാഹുദ്ദീൻ അയ്യൂബി തുടങ്ങിയവർ പ്രസംഗിച്ചു. ജില്ലാ വിസ്ഡം കൺവീനർ ഷക്കീർ MTP സ്വാഗതം പറഞ്ഞു. കുടക് ജില്ലയിലെ കുഞ്ചില മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന മാസാന്ത സ്വലാത്ത് മജ്ലിസും പൊസോട്ട് തങ്ങൾ അനുസ്മരണവും നാളെ നടക്കും. ബായാർ സ്വലാത്ത് മജ്ലിസിന്റെ ഭാഗമായി 6 മാസം മുമ്പ് തുടക്കം കുറിച്ച സ്നേഹ റസൂൽ സ്വലാത്ത് മജ്ലിസിൽ ആയിരങ്ങളാണ് പങ്കെടുക്കുന്നത്. നാളെ വൈകിട്ട് 7 മണിയോടെ ആരംഭിക്കുന്ന പരിപാടിയിൽ അഷ്റഫ് ജൌഹരി അനുസ്മരണ പ്രഭാഷണം നടത്തും. ബായാർ തങ്ങളുടെ സഹോദരൻ സയ്യിദ് മുഹ്സിൻ അലവിക്കോയ അൽ ബുഖാരി സ്വലാത്ത് മജ്ലിസിന് നേതൃത്വം നൽകും. കുഞ്ചില മുദരിസ് അബ്ദുള്ള സൈദി, അബ്ദുള്ള സഖാഫി, പ്രസിഡന്റ് അബ്ദുൽ നാസർ തുടങ്ങി പ്രമുഖർ പരിപാടിയിൽ സംബന്ധിക്കും. താജ് മീഡിയ .com തത്സമയം സംപ്രേഷണം ചെയ്യും.
കണ്ണൂർ നിറുവേലി സുന്നി സെന്റർ 6ാം വാർഷിക സമ്മേളനത്തിന് നാളെ സമാപനം കുറിക്കും. സമ്മേളനത്തിന്റെ 4ാം ദിവസമായ ഇന്ന് ഖൽബ് മരിക്കണം എന്ന വിഷയത്തിൽ അബ്ദുൽ ലത്തീഫ് സയദി പഴശ്ശി പ്രഭാഷണം നടത്തും. സയ്യിദ് ഹാമിദ് കോയമ്മത്തങ്ങൾ ഖുറ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. സമാപന ദിവസമായ നാളെ വൈകിട്ട് 7 മണിക്ക് അഹ്ലുസുന്ന മഹാന്മാരുടെ പാത എന്ന വിഷയത്തെ ആസ്പദമാക്കി ലത്തീഫ് സയദി പഴശ്ശിയുടെ പഞ്ചദിന പ്രഭാഷണത്തിന് സമാപനമാകും. തുടർന്ന് സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി SYS സാന്ത്വന ഭവനം ദാറുൽ ഖൈറിന്റെ താക്കോൽദാനം നിർവഹിക്കും. തുടർന്ന് നടക്കുന്ന പ്രാർത്ഥനാ മജ്ലിസിനും സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ നേതൃത്വം നൽകും. ഉമറാക്കളുടെ വീണ്ടെടുപ്പിന് എന്ന പ്രമേയത്തിൽ മർക്കസ് സംഘടിപ്പിച്ച വ്യാപാരി വ്യവസായി സംഗമം ശ്രദ്ധേയമായി. രാവിലെ 10 മണിക്ക് കാരന്തൂർ മർക്കസ് കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങ് അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ പങ്കെടുത്തു. ഇമാം ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനുസ്മരണ പരിപാടിയും ഇതോടനുബന്ധിച്ച് നടന്നു. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫഖി തങ്ങൾ പ്രാർത്ഥന നിർവഹിച്ചു. മർക്കസ് ജനറൽ മാനേജർ C മുഹമ്മദ് ഫൈസി സ്വാഗതം പറഞ്ഞു. മർക്കസ് ഡയറക്ടർ ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി കാന്തപുരം വിഷയാവതരണം നടത്തി. മർക്കസ് എക്സലൻസി ക്ലബ്ബ് പ്രസിഡന്റ് AP അബ്ദുൽ കരീം ഹാജി ചാലിയം മുഖ്യാതിഥിയായിരുന്നു. എൻഡോസൾഫാൻ ദുരിതം അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്നേഹസ്പർശവുമായി സഅദിയ വിദ്യാർത്ഥികൾ പെരിയ ബഡ്സ് സ്കൂളിലെത്തി. സ്വന്തം വീട്ടിൽ നിന്നുള്ള ഭക്ഷണവും പഴങ്ങളുമെടുത്താണ് വിദ്യാർത്ഥികൾ എത്തിയത്. അന്യന്റെ ദുരിതം മറക്കുകയും സ്വന്തത്തിലേക്ക് ചുരുങ്ങുകയും ചെയ്യുന്ന സമൂഹത്തിനു മുന്നിൽ ജീവിതത്തെ പരിചയപ്പെടുത്താനും സാമൂഹിക സേവനത്തിന്റെ പ്രാധാന്യം പകരുന്നതിന്റെ ഭാഗമായാണ് സ്കൂൾ ചാരിറ്റി ക്ലബിന് കീഴിൽ ബഡ്സ് സ്കൂൾ സന്ദർശനം നടത്തിയത്. മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്ന 3 മുതൽ 30 വരെ വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കും ഭക്ഷണവും പായസവും വിതരണം നടത്തിയത് സഅദിയ വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായിരുന്നു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് നടത്തിയ പരിപാടി സഅദിയ സ്കൂൾ മാനേജർ T അബ്ദുൽ വഹാബ് ഉദ്ഘാടനം ചെയ്തു. ബഡ്സ് സ്കൂൾ പ്രധാനാധ്യാപിക ദീപ വിദ്യാർത്ഥികൾക്ക് സ്കൂളിനെ പരിചയപ്പെടുത്തി. വാർഡ് മെമ്പർ മാധവൻ, കൊല്ലമ്പാടി അബ്ദുൽ ഖാദർ സഅദി, വിദ്യാർത്ഥികളായ മുസ്താൻ, ഹാനിഫ് എന്നിവർ സംസാരിച്ചു. ചാരിറ്റി ക്ലബ്ബ് കോർഡിനേറ്റർ ഹക്കീം കടവത്ത്, പ്രകാശ് ചാത്തമത്ത്, അബ്ദുറഹ്മാൻ എന്നിവർ നേതൃത്വം നൽകി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബീഫ് കഴിച്ചുവെന്നാരോപിച്ച് കൊലപ്പെടുത്തിയ അഖ്ലാഖിന്റെ കുടുംബത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സന്ദർശിച്ചു. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം കൂട്ടില്ലെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. പശുമാംസം കഴിച്ചെന്നാരോപിച്ച് കൊലപാതകം, 2 പ്രതികൾ കൂടി അറസ്റ്റിലായി. സംസ്ഥാനം ഇലക്ഷൻ ചൂടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ 2-നും 5-നും, ഫലം 7-ന്. ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ധിക്കാരിയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്മാർട്ട് സിറ്റി പദ്ധതി വീണ്ടും വിവാദത്തിൽ. കോടികളുടെ ക്രമക്കേട് നടന്നെന്ന് ആരോപണം. പ്രവാസലോകത്ത് സർഗവാസനകൾ തൊട്ടുണർത്തി RSC സാഹിത്യോത്സവങ്ങൾക്ക് തുടക്കമായി. പൊതുവിദ്യാലയങ്ങളുടെ ശാക്തീകരണത്തിന് സാമൂഹിക കൂട്ടായ്മകൾ രൂപപ്പെടണം. SSF വിദ്യാഭ്യാസ സമ്മേളനം. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30-ന്, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC newstime@gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.